Good morning, students. നമുക്ക് harmonic conjugate method problem workout ചെയ്യാം. Problem ഇതാണ്. Show that u is equal to y cube minus 3x square y is a harmonic function. Determine its harmonic conjugate. First of all, we have to prove that u is a harmonic function. u harmonic function ആണെന്ന് prove ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? uxx plus uyy is equal to 0 എന്ന് തെളിയിക്കണം. uxx plus uyy is equal to 0. u നമുക്ക് തന്നിട്ടുണ്ട്. u ന്റെ വാല്യൂ എത്രയാണ്? u is equal to y cube minus 3x square y എന്നാണ്. അപ്പൊ ഇങ്ങനെ u റിയൽ പാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ u എന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി with respect to x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ux is equal to ഇവിടെ y cube minus 3x square y നെ നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ് 0 എന്ന് എഴുതും. 3x square y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y കോൺസ്റ്റന്റ് ആണ് 3y into 2x. Therefore നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? -6y -6xy -6xy. ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഡിഫറൻഷിയേറ്റിംഗ് again partially with respect to x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? uxx is equal to ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? -6y. അപ്പൊ uxx കിട്ടിയ എത്രയാണ്? -6y എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് partially with respect to y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് uy എന്താ കിട്ടണമെങ്കിൽ uy is equal to 3y square. y ക്യൂബിന് ചെയ്യുമ്പോൾ 3y square minus 3x square y ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3x square into 1. ഇനി ഇതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് again partially with respect to y. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? uyy എന്ന് കിട്ടും. uyy എന്താണ്? that is equal to 6y. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? uxx plus uyy നോക്കാം. എന്താണ് uxx കിട്ടിയത്? -6y എന്നാണ്. uyy എന്താ കിട്ടിയിരിക്കുന്നത്? 6y എന്നാണ്. അപ്പൊ that is equal to എന്ത് കിട്ടി? 0. അപ്പോ uxx plus uyy is equal to 0. Therefore u is harmonic. ആണ് കിട്ടി അല്ലേ? അപ്പോ u എന്ന ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? u എന്ന ഫംഗ്ഷനെ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ആരാണ്? y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ux കിട്ടി. ആ ux നെ വീണ്ടും നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? uxx കിട്ടി. അതിനുശേഷം u എന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ uy കിട്ടി. വീണ്ടും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? uyy കിട്ടി. ഈ uxxും uyyയും കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? ആൻസർ 0 എന്ന് കിട്ടി. Therefore we can say that the given function u is a harmonic. അപ്പൊ ഹാർമോണിക് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഹാർമോണിക് കോൺജുഗേറ്റ് കാണണം. ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്? v എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്താണ് v എന്നുള്ള ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ux നമുക്ക് ആവശ്യമുണ്ട്. u എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? u എന്ന് പറഞ്ഞാൽ y ക്യൂബ് മൈനസ് 3x സ്ക്വയർ y ആയിരുന്നു. അതില് ux എന്തായിരുന്നു? ux എന്ന് പറഞ്ഞാൽ -6xy. അതുപോലെ uy എന്തായിരുന്നു? uy is equal to 3y square minus 3x square.
ഇനി നമുക്ക് അടുത്ത് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കോഷി റെയ്മാൻ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കോഷീസ് റെയ്മാൻ ഇക്വേഷൻസ്. എന്താണ് കോഷി റെയ്മാൻ ഇക്വേഷൻ? യു എക്സ് യു വൈ വി എക്സ് വി വൈ, ഇതാണ് നമ്മുടെ യു എക്സും യു വൈയും വി എക്സും വി വൈയും. കോഷി റെയ്മാൻ ഇക്വേഷൻസ് പറയുന്നത് സി ആർ ഇക്വേഷൻസ് ആർ ഇങ്ങനെ എടുക്കുക. അപ്പൊ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, ഇങ്ങനെ എടുക്കുമ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ. രണ്ടാമത്തെ എന്താണ്? യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതിന് രണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷി റെയ്മാൻ ഇക്വേഷൻസ്. കോഷി റെയ്മാൻ ഇക്വേഷൻ എഴുതാനുള്ള മാർഗം എന്താണ്? യു എക്സ് യു വൈ കിട്ടിയിട്ടുണ്ട്, വി എക്സ് വി വൈ കിട്ടിയിട്ടുണ്ട്. യു എക്സ് ഈക്വൽ ടു വി വൈ, ദ ഫസ്റ്റ് കോഷി റെയ്മാൻ ഇക്വേഷൻ. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, സെക്കൻഡ് കോഷി റെയ്മാൻ ഇക്വേഷൻ. ഈ രണ്ട് കോഷി റെയ്മാൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ കോൺജുഗേറ്റ്, ഹാർമോണിക് കോൺജുഗേറ്റ് വി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതിന് നമ്മൾ ചെയ്യാൻ പോണ മാർഗം ആദ്യം എന്താണ്? ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? വി വൈ ഈസ് ഈക്വൽ ടു യു എക്സ് എന്നാണ്. അപ്പൊ വി വൈ ഈസ് ഈക്വൽ ടു യു എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണത്? മൈനസ് 6xy എന്നാണ്. മൈനസ് 6xy. നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് കാണണം. ഹാർമോണിക് കോൺജുഗേറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇതിനെ നമ്മൾ ഇത് ഇക്വേഷൻ 1 ആണ്. ഇന്റഗ്രേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 6x ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് നമ്മൾ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടും. കോൺസ്റ്റന്റ് നമ്മൾ എന്താണ് ചേർക്കും? പൈ ഓഫ് എക്സ് എന്ന് എഴുതും. പൈ ഓഫ് എക്സ് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതും, പൈ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് വിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? മൈനസ് 3x വൈ സ്ക്വയർ പ്ലസ് പൈ ഓഫ് എക്സ് എന്ന് കിട്ടി. മൈനസ് വിയുടെ വാല്യൂ മൈനസ് 3x വൈ സ്ക്വയർ പ്ലസ് പൈ ഓഫ് എക്സ്. ഇനി ഇതാണ് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ്. ഈ ഹാർമോണിക് കോൺജുഗേറ്റില് പൈ ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ വാല്യൂ കൂടി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ ഹാർമോണിക് കോൺജുഗേറ്റ് കംപ്ലീറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഈ പൈ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വി ഈക്വൽ ടു മൈനസ് 3x വൈ സ്ക്വയർ പ്ലസ് പൈ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? വി എക്സ് അല്ലെ, വി എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3y സ്ക്വയർ ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. ഡിഫറൻഷിയേഷൻ ആണ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് ആണോ? പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് വി എക്സ് കിട്ടുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് 3y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. പൈ ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? പൈ ഡാഷ് എക്സ് എന്ന് വരും. അപ്പൊ അടുത്ത എയിം എന്താണ്? ടു ഫൈൻഡ് ദ പൈ ഓഫ് എക്സ്. പൈ ഓഫ് എക്സ് എന്നുള്ള ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ വിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ വി എക്സ് സമം എന്ത് കിട്ടി? മൈനസ് 3y സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് പൈ ഡാഷ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എടുക്കും. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ് പറയണേ? യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷനിലെ യു വൈ നമുക്കറിയാം. യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 3y സ്ക്വയർ മൈനസ് 3x സ്ക്വയർ എന്നറിയാം. വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. മൈനസ് 3y സ്ക്വയർ പ്ലസ് പൈ ഡാഷ് എക്സ്. Then 3y സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3y സ്ക്വയർ മൈനസ് പൈ ഡാഷ് എക്സ്. അതിൽ 3y സ്ക്വയറും 3y സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പൊ 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പൈ ഡാഷ് എക്സ് കിട്ടും. 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ ഡാഷ് എക്സ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക.
എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ ഡാഷ് എക്സ് എന്നുള്ളത് പൈ ഓഫ് എക്സ് എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ 3x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x³ 3 + c. അപ്പൊ 3 3 വെട്ടിക്കളഞ്ഞ് ചെയ്യുമ്പോൾ പൈ ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? പൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x³ + c എന്ന് കിട്ടും. Therefore harmonic function conjugate v is equal to എന്ത് വരും? -3xy² പ്ലസ് ഈ പൈ ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? x³ + c എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹാർമോണിക് കോൺജുഗേറ്റ് കിട്ടി. അപ്പൊ ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്? -3xy² പ്ലസ് x³ + c. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? യു എന്ന ഫംഗ്ഷനെ ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണേ എന്ത് ചെയ്തു? യു എക്സ് എക്സ്, യുവിനെ 2 പ്രാവശ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ യു എക്സ് എക്സ് കിട്ടി. ആ യു തന്നെ വൈ വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ യു വൈ വൈ കിട്ടി. യു എക്സ് എക്സും യു വൈ വൈയും കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? 0 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ യു ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ്, യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ഏതാണ്? വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുലാസ് ഏതാണ്? കോഷി റെയ്മാൻ ഇക്വേഷൻസ് ഓർ CR ഇക്വേഷൻസ്. CR ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ യു എക്സ് യു വൈ വി എക്സ് വി വൈ ഉണ്ടെങ്കിൽ 4 ആണ് ഉള്ളത്. യു എക്സ് യു വൈ വി എക്സ് വി വൈ. അപ്പൊ ഇതിൽ നിന്ന് കോഷി റെയ്മാൻ ഇക്വേഷൻ, ഫസ്റ്റ് കോഷി റെയ്മാൻ ഇക്വേഷൻ എന്താണ്? യു എക്സ് ഇങ്ങനെ ഡയഗണൽ ആയിട്ട് എടുക്കുമ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ. ഇത് ഫസ്റ്റ് കോഷി റെയ്മാൻ ഇക്വേഷൻ. ഇങ്ങനെ ഡയഗണൽ ആയിട്ട് എടുക്കുമ്പോൾ യു വൈ ഈക്വൽ ടു -v. ഈ 2 കോഷി റെയ്മാൻ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം ഫസ്റ്റ് കോഷി റെയ്മാൻ ഇക്വേഷൻ എടുക്കുന്നു. ഏതാണ്? വി വൈ ഈക്വൽ ടു യു എക്സ്. അതിൽ യു എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. യു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി വൈ എന്നുള്ള വി ആവുന്നു. ഇവിടെ -6x കോൺസ്റ്റന്റ് ആണ്. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് വരുന്നു. ആ കോൺസ്റ്റന്റ് നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സിലാണ് ചേർക്കുക. അപ്പൊ പൈ ഓഫ് എക്സ് എന്ന് എഴുതുന്നു. പൈ ഓഫ് എക്സ്. അപ്പൊ 6ഉം 3 വെട്ടിക്കളഞ്ഞ് -3xy² പ്ലസ് പൈ ഓഫ് എക്സ് കിട്ടി. അപ്പൊ വി ഇൻ ടേംസ് ഓഫ് പൈ ഓഫ് എക്സിലാണ് കിട്ടിയിരിക്കുന്നത്. ആ പൈ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു. അപ്പൊ വി എന്നുള്ളത് വി എക്സ് ആയി. ഇവിടെ നമ്മള് -3y² കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും പ്ലസ് പൈ ഡാഷ് എക്സ് വരും. ഇനി രണ്ടാമത്തെ കോഷി റെയ്മാൻ ഇക്വേഷൻസ് എടുത്തു. രണ്ടാമത്തെ കോഷി റെയ്മാൻ ഇക്വേഷൻ എന്താണ്? യു വൈ ഈക്വൽ ടു -vx ആണ്. യു വൈ നമ്മുടെ കയ്യിലുണ്ട് -3y² -3x². വി എക്സ് നമ്മുടെ കയ്യിലുണ്ട് -3y² പ്ലസ് പൈ ഡാഷ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3y² 3y² കട്ടായി പോകുന്നു. -3x² ഈക്വൽ ടു പൈ ഡാഷ് എക്സ് വരുന്നു. ഈ 3x² ഈക്വൽ ടു പൈ ഡാഷ് എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ പൈ ഓഫ് എക്സ് ഈക്വൽ എന്ത് കിട്ടും? 3x³ 3 + c എന്ന് കിട്ടും. അപ്പൊ പൈ ഓഫ് എക്സ് എന്താണ് കിട്ടുന്നത്? x³ + c. Therefore ഫൈനൽ ആയിട്ട് നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് വി എന്ത് എഴുതും? v ഈക്വൽ ടു -3xy² + x³ + c. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഇത് 2-3 ആവർത്തി നിങ്ങൾ ചെയ്ത് പഠിക്കാം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കൂ കേട്ടോ. ഓക്കെ, ശരി.